ഹലോ ഗൈസ്, ഇതൊരു സൺഡേ വ്ളോഗാണ്. സൺഡേ ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. ഷാപ്പിലേക്കാണ് ഞങ്ങൾ പോണത്. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ചേച്ചിയുടെ വീട്ടിലാണ്. അവിടുന്ന് ഞങ്ങൾക്ക് ചേറ്റുവയ്ക്ക് പോകണം. ചേറ്റുവയിൽ പാറു റെഡിയായി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവളെടുക്കാനാണ് ഞങ്ങൾ പോണത്. അവിടെ പോയപ്പോൾ അവൾ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 11 മണിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ശരിക്കും 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ ഒരു 1 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മൂന്നാളൊരു വണ്ടിയുമ്പോൾ ചേച്ചി ഞാനൊരു വണ്ടിയുമാണ് പോയത്. മണലൂരുള്ള ഷാപ്പിക്കാണ്ട ഞങ്ങൾ പോണേ. മണലൂർ സ്റ്റീൽ പാലം വഴിയാണ് പോയത്. പാലം കയറിയപ്പോൾ തന്നെ പുണ്ണിക്ക് അറിയാൻ തുടങ്ങി. ഇതിന്റെ സൗണ്ടും പിന്നെ ഒരു ഇളക്കുണ്ട്, അത് നമുക്ക് പേടിയാവും. പാലം ഇറങ്ങണത് വരെ ഞങ്ങൾ പേടിച്ചിട്ടാണ് ഇരുന്നത്. അങ്ങനെ ഞങ്ങൾ ഷാപ്പിലെത്തി. കായലോരം എന്നാണ് ഷാപ്പിന്റെ പേര്. ഇവിടെ ഫുൾ തിരക്കായിരുന്നു. ഇവിടെ ഒക്കെ എല്ലാവരും ഫുള്ളായിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തിരിക്കാം, പക്ഷെ അവിടെ നമുക്ക് ഈ പുഴയുടെ വ്യൂ ഒന്നും കിട്ടില്ല. കാറ്റ് കൊണ്ടൊന്നും ഇരിക്കാൻ പറ്റില്ല. അതൊരു അടച്ചിട്ട പോലെയാണ്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടായാലും ഇവിടെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ കള്ള് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾക്കുള്ള സാധനം എത്തി. ഞങ്ങൾ 3 തരം കള്ളാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പൈനാപ്പിൾ, ഇഞ്ചി, മുന്തിരി. പൈനാപ്പിളും മുന്തിരി അടിപൊളിയായിരുന്നു. ഇഞ്ചി എനിക്ക് വലിയ ഇഷ്ടമായില്ല. എല്ലാ കള്ളും എത്തിയപ്പോൾ ഞങ്ങൾ ചീസ് അടിച്ച് കുടിക്കാൻ തുടങ്ങി. അപ്പോൾ പാറു വെറുതെ ആക്ട് ചെയ്തോളൂ കേട്ടോ. അവൾ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, ബാക്കി എല്ലാവരും കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പൈനാപ്പിളായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം. അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടമായിട്ടോ. ഞാൻ കുടിക്കണ കണ്ടിട്ട് കുഞ്ഞപ്പൻ അന്തം വിട്ട് നോക്കണ്ടായിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തത് ചട്ടിച്ചോറായിരുന്നു. ചട്ടിച്ചോറ് കുഴപ്പമില്ലായിരുന്നു. ചോറ് ഇച്ചിരി തണുത്തിട്ടുണ്ടായിരുന്നു, ബാക്കിയെല്ലാം കുഴപ്പമില്ല. കക്ക് ഫ്രൈ, പോർക്ക് റോസ്റ്റ്, ബീഫ്, പിന്നെ കപ്പ, പിന്നെ എന്നിട്ടായിരുന്നു കാട ഫ്രൈ ഇല്ലേ, അത്, കാടമുട്ടയുടെ റോസ്റ്റ്, ഇതൊക്കെ ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചിഞ്ചേച്ചി പോണത് കണ്ടത്. അപ്പോൾ ചിഞ്ചേച്ചിനെ കണ്ടപ്പോൾ പാറു ഓടിപ്പോയി ചിഞ്ചേച്ചിനെ വിളിച്ചുകൊണ്ട് വന്നു. പാറുവിൻ്റെ കൂടെ വേണസിൽ വർക്ക് ചെയ്ത ചേച്ചിയാണ് കേട്ടോ ചിഞ്ചു എന്ന് പറയുന്നത്. അപ്പോൾ ചേച്ചിക്ക് ഞങ്ങളൊരു പോർക്ക് റോസ്റ്റും കള്ളൊക്കെ ഓർഡർ ചെയ്ത് കൊടുത്തു. ഞങ്ങളെ കഴിച്ചതിന് ശേഷം സച്ചുവിന് പരിചയമുള്ള ചെക്കനെ കണ്ടു. അപ്പോൾ പിന്നെ അവരെടുത്തും പോയി സച്ചു കമ്മി അടിക്കാൻ പോയി. അപ്പോൾ അവരുടെ അടുത്ത് ഞങ്ങളും പോയി കുറച്ചു നേരം കത്തിയൊക്കെ അടിച്ചിരുന്നു. ചേട്ടന്മാർ രണ്ടുപേരും വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അനിയത്തി കൈ പിടിച്ച് വലിച്ച് കൊണ്ടുവരണം. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ പാർട്ടി ചേച്ചൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അവർ DJ ഒക്കെ വെച്ച് നല്ല ചില്ല് വൈബായിട്ടാണ് പോണത്. പിന്നെ ഞങ്ങൾ പോയത് കണ്ണോത്ത് പാടത്തേക്കായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങോട്ടേക്ക് പോണത്. അവിടെ അടിപൊളിയായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചൂടറിഞ്ഞിരുന്നില്ല. ഒരു ചെറിയ കാറ്റും തണവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നിന്നു. പിന്നെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു വരുന്ന വഴിക്ക്. പിന്നെ അവിടുത്തെ സൺസെറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ച് വരുമ്പോൾ സച്ചിൻ്റെ വണ്ടിയിൽ അമ്മും ഞാനും പാറും സന്ധ്യവൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. ഇത് ഞങ്ങൾ വരുമ്പോൾ കണ്ട കാഴ്ചയാണ്. കോട ഇറങ്ങി വരണമായിരുന്നു. അത് അടിപൊളിയായിരുന്നു. ആ തണവൊക്കെ നല്ല രസം.